മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ മാത്രമുള്ള ഇല്ലിക്കക്കല്ലിലേക്ക് പോകാൻ മടി കാണിക്കുന്നത്. ഏതായാലും ഈ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ഇല്ലിക്കക്കല്ലിലൊന്നും പോകാൻ തീരുമാനിച്ചു. തീക്കോയിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ച് ചാമപ്പാറ എന്ന സ്ഥലത്തെത്താം. ചാമപ്പാറയിൽ നിന്നും റൈറ്റ് കയറി പോയി കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലിലേക്കുള്ള വഴിയാണ്. അതിൽ സഞ്ചരിച്ച് ഇല്ലിക്കക്കല്ലിലെത്താം. സഞ്ചരിക്കുന്ന വഴിയാണ്. 2 വശങ്ങളിലും നല്ല വനപ്രദേശമാണ്. വനപ്രദേശത്തിൻ്റെ നടുവിലൂടെയാണ് റോഡ് പോകുന്നത്. ആ റോഡിലൂടെ കയറി ചെന്ന് നമുക്ക് ഇല്ലിക്കക്കല്ലിൽ എത്തിച്ചേരാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം. അതുകൊണ്ട് ഒരിക്കലും ആർക്കും മാറിപ്പോയില്ല. ബോർഡുകളൊക്കെ നോക്കി നമുക്ക് കയറിപ്പോയാൽ മതി, ഇല്ലിക്കക്കല്ലിലെത്താം. പോകുന്ന വഴിയൊക്കെ നല്ല വ്യൂ ആണ്. നമുക്ക് നല്ല ഒരു ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിൽ എത്തിച്ചേർന്നു. ഇല്ലിക്കക്കല്ലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞത് ശേഷം നമുക്ക് മുകളിലേക്ക് കയറി ചെന്ന് പാസ് എടുക്കാം. പാസ് എൻട്രി പാസുമുണ്ട്, പിന്നെ ജീപ്പ് സഫാരിക്കുള്ള ഫീസുമുണ്ട്. എൻട്രി പാസും ജീപ്പ് സഫാരിയും കൂടി ഒരാൾക്ക് 59 രൂപയാണ്. ഈ 59 രൂപ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്താൽ നമ്മളെ ജീപ്പിന് മുകളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. നടന്നാണേലും യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ എൻട്രി ഫീസൊക്കെ എടുത്ത് ജീപ്പ് വരാനായി വെയിറ്റ് ചെയ്യുകയാണ്. 10 പേരുണ്ടെങ്കിൽ മാത്രമേ ജീപ്പിന് മുകളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ, 10 പേരെ വെച്ച്. അങ്ങനെ ഒരു ട്രിപ്പ് 10 പേരെയും കൊണ്ട് മുകളിലേക്ക് പോയതിന് ശേഷം തിരിച്ച് അവിടെ ഉള്ളവരെയും കൊണ്ട് ജീപ്പ് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യുന്നവർക്ക് മുകളിലേക്ക് കയറി പോകാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി മുകളിലോട്ടുള്ള യാത്രയിലാണ്. മുകളിലേക്കുള്ള യാത്രയിലും നല്ല വ്യൂ ആണ്, നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അതിൽ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങളങ്ങനെ മുകളിലെത്തി ജീപ്പിൽ നിന്നിറങ്ങി. പിന്നെ ഇല്ലിക്കലിലോട്ടുള്ള കുറച്ച് ഒരു കയറ്റമുണ്ട്. ആ കയറ്റം ഞങ്ങൾ കയറി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നല്ല സൈഡുകളിലെല്ലാം നല്ല പുല്ലാണ്. പുല്ലിൻ്റെ നടുക്കൂടെ റോഡേ കയറിപ്പോയി. അങ്ങനെ പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളും ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള വിശ്രമവേളകളുണ്ട്. പിന്നെ ചുറ്റിനും നമുക്ക് സുരക്ഷാ കവചങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് പോയാൽ പോലും അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അവിടെ നിന്ന് താഴേക്ക് വീഴുമെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. എൻ്റെ കൊച്ചാണെങ്കിൽ അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. നല്ല പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ നല്ല ഒരു സ്ഥലമാണ്. അങ്ങനെ അവിടെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കുകയും ചെയ്യാം. പിന്നെ ഇല്ലിക്കക്കല്ലിലേക്കുള്ള കയറ്റമാണ് അത്. ഇല്ലിക്കല്ലിലോട്ട് കയറി പോകുന്ന സ്ഥലമാണത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ കൊടുമുടിയാണ് ഇല്ലിക്കക്കല്ല്. മീനച്ചിലാറിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് എന്ന സങ്കല്പം. 4000 അടി ഉയരമുള്ള ഇല്ലിക്കക്കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഉയരമുള്ള പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് പകുതി അടർന്നു പോയതുപോലെ തോന്നിക്കുന്ന പാറ കൂനംകല്ല് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇല്ലിക്കക്കല്ല്. എന്നാൽ ഇതിൻ്റെ 20 അടി താഴ്ചയായി ഒരു വിടവുണ്ട്. അതിലേക്ക് പോകുവാനായി ചെറിയ പാതയുണ്ട്. ഇതിന് നഗരപാലം എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം അപകട മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിയന്ത്രണങ്ങളാണ് അവിടെ പോകാൻ. ഇല്ലിക്കലിൻ്റെ മുകളിലായി നീലക്കൊടിവേലി ഉണ്ടെന്ന ഒരു ഐതിഹ്യമുണ്ട്. നീലക്കൊടിവേലി എന്ന് കേൾക്കുമ്പോൾ ഒരു തമാശ തോന്നാം. നീലക്കൊടിവേലി കയ്യിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വന്നു ചേരുമെന്നും നഷ്ടപ്പെട്ടാൽ ദൗർഭാഗ്യം വരുമെന്നും ഒക്കെ പല അന്ധവിശ്വാസങ്ങളുണ്ട്. കഥ എന്തുതന്നെ ആയാലും ഇല്ലിക്കലിനുള്ളിൽ ഒട്ടനവധി ഗുഹകളും അള്ളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നീലക്കൊടിവേലി അതിനുള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. നിലവിൽ ഇല്ലിക്കലിലേക്ക് പണ്ട് പോയതുപോലെ പോകാൻ ഇപ്പോൾ കഴിയില്ല. നിയന്ത്രണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് നീലക്കൊടിവേലി ദർശിക്കാൻ കഴിഞ്ഞില്ല. പോകുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. പോയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ച് ജീപ്പ് വരാനായി വെയിറ്റ് ചെയ്ത് ജീപ്പിന് കയറി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ഓഫീസർമാരുടെ നമ്പേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവരോട് ചോദിക്കാം. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. തിരിച്ച് ഞങ്ങൾ മങ്കൊമ്പ് വഴിയാണ് ഈരാറ്റുപേട്ടയിൽ എത്തിച്ചേർന്നത്.